ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു സൈലം ലേണിംഗ്. നിങ്ങൾക്ക് JEE എക്സാമിന് സ്ഥിരം ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഒരു മെത്തേഡ് ആൻഡ് ഷോർട്ട് കട്ടാണ് പറയാൻ പോകുന്നത്. ഇത് മിക്കവാറും എക്സാമുകൾക്ക് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഇതെങ്ങനെ വന്നാലും ചെയ്യാനുള്ള ചില ഷോർട്ട് കട്ട് മെത്തേഡ് ആൻഡ് കോൺസെപ്റ്റ് വളരെ എളുപ്പത്തിൽ ഒരു 3 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കുകയാണ്. ഗ്രാവിറ്റേഷനിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 മാസുകൾ ഒരു സർക്കിളിൻ്റെ ഒരു ഡയമീറ്ററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുന്നു. ദെൻ ആ 2 മാസുകളും ഒരു സർക്കുലാർ പാത്തിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അത് പരസ്പരം ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്ര എന്നായിരിക്കും ചോദിക്കുക. അവരുടെ മ്യൂച്വൽ അട്രാക്ഷൻ കാരണമാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ ഇതിപ്പോൾ 2 മാസമാണ്, ഇതിൻ്റെ 3 മാസം 4 മാസം വരുന്ന സിറ്റുവേഷൻസും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ എത്ര മാസമുള്ള സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇവിടെ ചെയ്യേണ്ടത് ഈ 2 മാസുകളും ഈ ഒരു സർക്കുലാർ പാത്ത് കീപ്പ് ചെയ്തുകൊണ്ടും ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അട്രാക്ഷനിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ സർക്കുലാർ പാത്തല്ലേ, സർക്കുലാർ മോഷൻ ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടേ. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r ആണ്. ഇവിടെ r എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, m ആണ് ഇതിൽ ഒരു ബോഡിയുടെ മാസ്. എവിടുന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടുക? ഈ 2 ഒബ്ജക്റ്റുകളും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇവർക്ക് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സായി മാറുക. എന്തായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ന്യൂട്ടന്റെ ലോ പ്രകാരം നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Fg എന്ന് പറയുന്നത് G m1 m2 വിച്ച് ഈസ് m². മിക്കവാറും ക്വസ്റ്റ്യനിലൊക്കെ അത് ഈക്വൽ മാസ് എന്നായിരിക്കും തരിക ബൈ മാസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് r ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാസസ് 2r ആയിരിക്കില്ലേ? അതിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് 4r² എന്നല്ലേ കിട്ടുക. സോ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി എത്ര എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ചെയ്തു നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ തരുന്നു? ഈക്വൽ മാസ് 3 മാസുകളുണ്ട്, അത് r റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ പരസ്പരം അട്രാക്റ്റ് ചെയ്തുകൊണ്ട് സർക്കിളിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. സെയിം കോൺസെപ്റ്റ് തന്നെ. നമ്മൾ ഒരു മാസ് കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു മാസ് മൂവ് ചെയ്യണമെങ്കിൽ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടേ? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r ആണെന്ന് നമുക്കറിയാം. ബട്ട് ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണുമ്പോൾ ഈ ഒരു മാസിനെ മറ്റ് 2 മാസുകളും അട്രാക്റ്റ് ചെയ്യും. ആ 2 മാസുകളുടെയും അട്രാക്ഷൻ കാരണം ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് ഉണ്ടാകും F1, ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് ഉണ്ടാകും F2. ആ 2 ഫോഴ്സും ഈക്വൽ ആയിരിക്കും. സോ F നെറ്റ് എന്ന് പറയുന്നത് √3F ആയിരിക്കും. √3 ടൈംസ് ആയിരിക്കും. അതൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ √3 ആകുന്ന സമയത്ത് നമുക്കതിനെ √3 × GM ഡിവൈഡഡ് ബൈ ആ മാസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, ഈ മാസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് √3r ആയിരിക്കും. r ആണ് റേഡിയസ് എങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നറിയാമോ? ഈ കാണുന്ന ഡിസ്റ്റൻസ് √3r ആയിരിക്കും. സോ √3rന്റെ സ്ക്വയർ എടുത്താൽ ഇവിടെ 3r² എന്നല്ലേ വരിക. ഇതിനെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. സോ സെൻട്രിപെറ്റൽ ഫോഴ്സിന് പകരം നമുക്ക് അവിടെ mv²/r എന്ന് കൊടുത്തൂടെ? അപ്പോൾ ഇത് വീണ്ടും ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് v എന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇതേപോലെ 4 മാസമാണ് ചോദിച്ചതെങ്കിലോ? 4 മാസമാണെങ്കിൽ 4 മാസുകൾ ഒരു സ്ക്വയർ പോലെ നിൽക്കുകയാണ്. എന്നിട്ട് അതൊരു സർക്കിളിലൂടെ പരസ്പരം മ്യൂച്വൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സർക്കിളിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഒരു മാസിൽ 3 ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുക. ഈ ഒരു മാസിലേക്ക് ഇങ്ങോട്ടേക്ക് അട്രാക്ഷൻ ഉണ്ടാകും, ഇങ്ങോട്ടേക്ക് അട്രാക്ഷൻ ഉണ്ടാകും, ഇങ്ങോട്ടേക്കും ഒരു അട്രാക്ഷൻ ഉണ്ടാകും. ആ 3 ഫോഴ്സിൻ്റെയും കൂടെ നെറ്റ് ഫോഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് gm²/r² × 1/√2 + 1/4 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോ ഇക്വേറ്റ് ടു mv²/r. ഇതിൽ നിന്ന് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീക്കൊരു ഇക്വേഷൻ കിട്ടും. ഇവിടെ ഇക്വേഷൻ എന്താണ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ അനുസരിച്ച് ആ ഇക്വേഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും കൂടെ പറ്റും. സോ ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഒരു മെത്തേഡേ ഉള്ളൂ. സർക്കുലാർ മോഷൻ ആണോ? തിങ്ക് അബൌട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് വിച്ച് ഈസ് mv²/r. ആരായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുക? ഡെഫിനറ്റ്ലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുക. 2 മാസസ് മാത്രമാണെങ്കിൽ അവർ തമ്മിൽ ഒരു ഫോഴ്സേ ഉണ്ടാവുള്ളൂ. 3 മാസസ് ആണെങ്കിൽ ഒരു മാസിലേക്ക് തന്നെ 2 ഫോഴ്സസ് ഉണ്ടാകും. 4 മാസസ് ആണെങ്കിൽ ഒരു മാസിലേക്ക് തന്നെ 3 ഫോഴ്സസ് ഉണ്ടാകും. അപ്പോൾ ഇനി എത്ര മാസം വന്നാലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. നിർബന്ധമായിട്ട് ഇത് ചെയ്ത് പഠിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക. സോ SL is here. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.